കൊടിയ യുദ്ധം തുടരുകയാണ് വെസ്റ്റ് ബാങ്കിൽ. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെതിരെയും ഹമാസ് ഭീകരർക്കെതിരെയും ഗാസയ്ക്ക് സമാനമായ യുദ്ധം ഇസ്രായേലി സേന നടത്തുന്നു. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ 2 ഡ്രോൺ ആക്രമണങ്ങളിൽ നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഖബാത്തിയ മേഖലയിൽ ഭീകരന്മാർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തെ പിന്തുടരുകയായിരുന്നു ഇസ്രായേലി ഡ്രോൺ. തുടർന്ന് ആ വാഹനത്തെ കൃത്യമായി ഫോക്കസ് ചെയ്ത ശേഷം അതിമാരകമായ പ്രഹരശേഷിയുള്ള ബോംബ് വർഷിച്ചു. ഖബാത്തിയ മേഖലയിൽ ഭീകരന്മാർ സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം കൃത്യമായി IDF കണ്ടെത്തി. തുടർന്ന് ഇസ്രായേലി എയർഫോഴ്സ് ആ വാഹനത്തെ റഡാറിലെടുത്തു. തുടർന്ന് അതിമാരകമായ ആക്രമണം ആ വാഹനത്തിന് നേരെ നടത്തി. തുടർന്ന് ആ വാഹനം പൊട്ടിത്തെറിക്കുന്നതും തീഗോളങ്ങൾ ആകാശം മുട്ടുയരുന്നതും ഇസ്രായേലിൻ്റെ വ്യോമസേന തന്നെ ക്യാമറയിൽ ഒപ്പിയെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ ആ ദൃശ്യങ്ങൾ തങ്ങളുടെ വെബ്സൈറ്റുകളിലൂടെ, തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇസ്രായേലി എയർഫോഴ്സും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും പുറത്തുവിട്ടിരിക്കുകയാണ്. എത്ര മാരകമായ ആക്രമണമാണ് ഗാസയ്ക്ക് വെളിയിലായിട്ട് പോലും ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നത് എന്നത് ഇതിലൂടെ നമുക്ക് വ്യക്തമാകും. ഇനി ഒരു ഹമാസ് ഭീകരനെയും ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ വച്ചു പൊറുപ്പിക്കില്ല. ഗാസയിൽ യുദ്ധം എവിടെയാണോ നിർത്തിയത് അതേ യുദ്ധം വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റുകയാണ് ഇസ്രായേലി സേന ചെയ്യുന്നത്. താൽക്കാലിക വെടിനിർത്തൽ ഗാസയിൽ പ്രാബല്യത്തിൽ വന്ന അന്നേ ദിവസം തന്നെ വെസ്റ്റ് ബാങ്കിലെ ഓപ്പറേഷൻ കൂടുതൽ രൂക്ഷമാക്കി ഇസ്രായേലി സേന. ഗാസയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇസ്രായേൽ എയർഫോഴ്സ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ വിവിധ പ്രദേശങ്ങളിലേക്കാണ്. വെസ്റ്റ് ബാങ്കിൽ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്താൻ ഉദ്ദേശിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ ഭീകര സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക, വെസ്റ്റ് ബാങ്കിലെ ഭീകരവേട്ട കൂടുതൽ ശക്തമാക്കുക, ഇതാണ് IDF ഇപ്പോൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യം. ജനീൻ മേഖലയിലാണ് ഏറ്റവും അധികം പാലസ്തീൻ ഇസ്ലാമിക് തീവ്രവാദികളും ഹമാസ് ഭീകരവാദികളും ഒളിച്ചിരിക്കുന്നത് എന്നതാണ് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്കിലെ വിവിധ പ്രദേശങ്ങൾ, ഖബാത്തിയ, ജനീൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഹമാസിൻ്റെ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ സെൻ്ററുകളുണ്ട്, ബേസ് ക്യാമ്പുകളുണ്ട്, വിവിധ കെട്ടിടങ്ങളിൽ അവരുടെ ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ഇസ്രായേലി സേന ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ IDF-ൻ്റെയും IAF-ൻ്റെയും ഷിൻബെറ്റിൻ്റെയും സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നത്. ഗാസയിൽ താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ആ അവസരം കൊണ്ട് വെസ്റ്റ് ബാങ്കിനെ കത്തിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ നോക്കുന്നത്. ഇസ്രായേലി സൈന്യം വിശ്രമിക്കുന്നില്ല. ഇതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇസ്രായേൽ സൈന്യത്തിന് വിശ്രമമില്ല. ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം നിർത്തിയപ്പോൾ അവർ ഗാസയിൽ അവരുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചു. ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്തി. അപ്പോൾ കുറച്ച് ദിവസത്തിനിടെ തന്നെ ഗാസയിൽ വലിയ നാശനഷ്ടങ്ങൾ ഹമാസിനുണ്ടാക്കാൻ കഴിഞ്ഞു. ആ ഘട്ടത്തിൽ ഗാസയിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിന് അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തി. അവർ അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്ന ബന്ദികളെ മോചിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ബന്ദികളിൽ നിരവധി പേർ ഇപ്പോൾ സ്വന്തം രാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഗാസയിൽ പ്രകോപനമുണ്ടാക്കാൻ ഇസ്രായേൽ മുതിരുന്നില്ല. ഗാസയിൽ ഇസ്രായേൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. മുഴുവൻ ബന്ദികളും ഞങ്ങളുടെ രാജ്യത്തേക്ക് വരട്ടെ, അപ്പോൾ പിന്നെ അടുത്ത നടപടി ആലോചിക്കാം. അതേസമയം ഗാസയിൽ വെടിനിർത്തിയപ്പോൾ അതേ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട്, അതേ റിസോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിലെ ഭീകരവേട്ട കൂടുതൽ രൂക്ഷമാക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ ഭീകര കേന്ദ്രങ്ങൾ ഓരോ മണിക്കൂറിലും തെരഞ്ഞു പിടിച്ച് തകർക്കുന്നു. ഗ്രൗണ്ട് ഓപ്പറേഷൻ സജീവമാകുന്നു. നേരത്തെ ഗ്രൗണ്ട് ഓപ്പറേഷൻ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ എയർഫോഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ വിവിധ മേഖലകളിലാണ്, വിവിധ പട്ടണങ്ങളിലാണ്. അങ്ങനെ വെസ്റ്റ് ബാങ്കിലെ ഭീകര നിർമ്മാർജ്ജനം ആണ് ഇപ്പോൾ ഇസ്രായേലി സേന മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കങ്ങളിൽ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലി സേന. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപ് ജനീനിൽ പ്രധാനപ്പെട്ട ഒരു ഹമാസ് നേതാവിനെ ഇസ്രായേലി സേന തീർത്തിരുന്നു. അതുപോലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ എണ്ണപ്പെട്ട കമാൻഡർമാരെയാണ് അവിടെ തീർത്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 30 ടെററിസ്റ്റുകളെ, 30 ഭീകരന്മാരെ വെസ്റ്റ് ബാങ്കിൽ മാത്രം ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകൾ അൽ ജസീറയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത് പാലസ്തീനികളെ കൊലപ്പെടുത്തിയെന്നാണ്. പാലസ്തീനികളെയല്ല കൊലപ്പെടുത്തിയത്, പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭീകരന്മാരെ കൊലപ്പെടുത്തി, അതുപോലെ തന്നെ ഹമാസ് ഭീകരന്മാരെ കൊലപ്പെടുത്തി. ഇത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ പ്രവർത്തനം നടത്തുന്നത്. ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ഗ്രൗണ്ട് ഓപ്പറേഷന് കൂടുതൽ
പിന്തുണ നൽകിക്കൊണ്ട് ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഗാസയിലെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിലേക്ക് അവരുടെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ റഡാറുകൾ വെസ്റ്റ് ബാങ്കിലേക്ക് തിരിച്ചിരിക്കുന്നു. ഇസ്രായേൽ എയർഫോഴ്സിൻ്റെ റഡാറിൽ ഈ വെസ്റ്റ് ബാങ്കിലെ ഭീകര കേന്ദ്രങ്ങളെല്ലാം തന്നെ പെട്ടിരിക്കുന്നു. ഇനി മണിക്കൂറുകളുടെ ഇടവേളയിൽ വെസ്റ്റ് ബാങ്കിലേക്ക് സ്ഫോടനങ്ങളും വെസ്റ്റ് ബാങ്കിലേക്ക് ആക്രമണങ്ങളും നടത്താനാണ് ഇസ്രായേൽ എയർഫോഴ്സിൻ്റെയൊക്കെ തീരുമാനം. നമുക്കറിയാം, പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ജനീൻ അടക്കമുള്ള പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും ബന്ദികളെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നൊരു സംശയം ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ മേഖലകളിലേക്ക് വളരെ കൃത്യമായ ആക്രമണം നടത്തി മുന്നേറുന്നത്. ഇനി വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തുമ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ദിമോചന കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുമെന്ന് ഹമാസിന് പറയാൻ കഴിയില്ല. കാരണം ഗാസയിലെ ആക്രമണം ഇസ്രായേൽ നിർത്തിവെച്ചു. ഗാസ എന്നത് ആ പ്രദേശത്തെ ആക്രമണത്തിൽ മാത്രമാണ് അറുതി വരുത്തിയിരിക്കുന്നത്, താൽക്കാലിക വിരാമം വിട്ടിരിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് മറ്റൊരു ഭൂപ്രദേശമാണ്. ആ വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിൻ്റെ പേര് പറഞ്ഞ് ബന്ദിമോചന കരാറിൽ നിന്ന് പിന്മാറിയാൽ അമേരിക്കയായിരിക്കും ആദ്യം ഹമാസിനെതിരെ തിരിയുക. അതുകൊണ്ട് ഈ പേരും പറഞ്ഞ് ബന്ദിമോചനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതേസമയം തങ്ങളുടെ ഗാസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണം അതിരൂക്ഷമായപ്പോൾ നിരവധി ഭീകരന്മാർ ഈ പ്രദേശത്ത് നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. അവരെ അവിടെ ഇട്ട് തീർക്കുകയാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇസ്രായേൽ അങ്ങനെ വ്യത്യസ്തമാവുകയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈന്യത്തിന് കഴിഞ്ഞ 1.5 വർഷത്തോളമായി വിശ്രമമില്ല. അവിടെ യുദ്ധം ഓരോ മേഖലകളിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ഇതാ പുതിയ ടെൻഷൻസ്, പുതിയ സമ്മർദ്ദങ്ങൾ, പുതിയ പ്രകോപനങ്ങൾ സിറിയയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. സിറിയയ്ക്കുള്ളിലുള്ള ഇസ്രായേലി സൈന്യത്തിന് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. സിറിയയിലെ താൽക്കാലിക ഭരണകൂടം, HTSൻ്റെ ഭരണകൂടം വലിയ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ സന്നാഹങ്ങൾ സിറിയയ്ക്കുള്ളിൽ സജ്ജീകരിക്കുകയാണ് ഇസ്രായേലി സേന. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച നടക്കാൻ പോവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ. ട്രംപ് അധികാരമേറ്റ ശേഷം, പ്രസിഡന്റായ ശേഷം ആദ്യമായി വൈറ്റ് ഹൗസിൽ ഒരു വിദേശ നേതാവിനെ കാണുകയാണ്, ഒരു മീറ്റിംഗ് കൂടുകയാണ്. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നിരന്തരമായി പശ്ചിമേഷ്യയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ഇറാൻ, ആ ഇറാനെ ആക്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയും മുന്നിലുള്ള വെല്ലുവിളി. ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇറാൻ ന്യൂക്ലിയർ മിസൈൽസ് പരീക്ഷിക്കുന്നു. ഇറാൻ അവരുടെ ഖാദർ 380 മിസൈൽ പരീക്ഷിക്കുന്നു. അങ്ങനെ വലിയ വലിയ ആയുധ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഇറാൻ. ആ ഇറാൻ്റെ പ്രകോപനങ്ങളെ മറികടക്കണമെങ്കിൽ ഒരു കൃത്യമായ അറ്റാക്ക് നടത്തിയേ പറ്റൂ. അതിനു കൂടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇസ്രായേലും അമേരിക്കയും. അപ്പോൾ ഇറാനെതിരെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നീക്കം ഉണ്ടാകുമെന്നുള്ളൊരു ഭയവുമുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ 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 നിർണായകമായി പോവുകയാണ്, സങ്കീർണമായി പോവുകയാണ്. അതേസമയം ഗാസയിൽ നിർത്തിയ ഓപ്പറേഷൻ അതേപടി, അതേ കോപ്പിയിൽ, അതേ ആർജവത്തോടെ, അതേ തീവ്രതയോടുകൂടി വെസ്റ്റ് ബാങ്കിൽ പതിപ്പിക്കുകയാണ്, വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്. വെസ്റ്റ് ബാങ്കിനെ തൂത്തുവാരുകയാണ്, വെസ്റ്റ് ബാങ്കിലെ ഭീകരന്മാരെ അരിച്ചു പറക്കുകയാണ് ഇസ്രായേലി സേന. വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 30-ലധികം ഹമാസിൻ്റെ, പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കൊടിയ യുദ്ധത്തിലേക്ക് വെസ്റ്റ് ബാങ്ക് നീങ്ങുകയാണ്. ഗാസയിൽ എന്താണോ നടന്നത് അതിന് സമാനമായ ആക്രമണം, അതിഭീകരമായ യുദ്ധം വെസ്റ്റ് ബാങ്കിലേക്കും പടരുകയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ.